ബാലു, ഇന്ത്യ ശക്തമായ തിരിച്ചടിയാണ് ഈ ഒരു ഭീകരാക്രമണത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഭീകരതയ്ക്ക് മാപ്പില്ല എന്ന് തന്നെയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നതും. ഇപ്പോഴിതാ 2 ഭീകരരുടെ വീടുകൾ കൂടി തകർത്തു എന്നൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഹിമ, തീർച്ചയായും അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നത് മറ്റൊരു ലഷ്കർ ഭീകരന് കശ്മീരിലെ മറ്റൊരു ലഷ്കർ ഭീകരന്റെ വീട് കൂടി തകർത്തിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കുള്ള അക്ഷാൻ അൽ ഹഖ് ഷേഖ് എന്ന വ്യക്തിയുടെ ഭീകരന്റെ വീടാണ് ഇപ്പോൾ തകർത്തിരിക്കുന്നത്. ഈ പുൽവാമ മേഖലയിൽ, സൗത്ത് കശ്മീരിലെ പുൽവാമ മേഖലയിലെ മുരാനിലാണ് ഈ വീട് തകർത്തത് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഈ അക്ഷാൻ 2018 അതായത് ഇന്നലെ ഈ വീടുകൾ തകർക്കപ്പെട്ട ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് ബന്ധമുണ്ട് എന്ന് കരുതപ്പെടുന്ന 2 പേരുടെ വീടുകൾ തകർത്തിരുന്നു. ആ 2 പേരും, ആസിഫ് ഷേഖും അതുപോലെ തന്നെ ടോക്കറും, ആ 2 ഭീകരരും പാകിസ്ഥാനിലേക്ക് 2018 ഈ പരിശീലനത്തിന് പോയവരായിരുന്നു. അതിന് സമാനമായ രീതിയിൽ 2018 പാകിസ്ഥാനിൽ ഈ പരിശീലനത്തിന് പോയ ഈ അക്ഷാൻ അൽ ഉൽ ഹഖ് ഷെയ്ഖിന്റെ വീടാണ് ഇപ്പോൾ ഈ തകർത്തതെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഈ 2023 മുതൽ അദ്ദേഹം ഈ ആവന്തിപ്പുര മേഖലയിൽ ഈ ഭീകരപ്രവർത്തനങ്ങൾ, അതായത് ദക്ഷിണ കശ്മീരിൽ ഭീകരപ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെട്ടിരുന്നു എന്നാണ് ഈ അന്വേഷണ ഏജൻസികളും മറ്റും വ്യക്തമാക്കുന്നത്. ഈ ഭീകരർക്കെതിരെ കനത്ത തിരിച്ചടി അല്ലെങ്കിൽ കനത്ത നടപടി തുടരുമെന്ന സൂചനകൾ തന്നെയാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാക്കുന്നത്. സൈന്യം സുസജ്ജമാണ്. ഇന്നലെ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഈ ജമ്മു കാശ്മീരിൽ എത്തിയിരുന്നു. ശ്രീനഗറിൽ അദ്ദേഹം ഈ വിക്ടർ ഫോഴ്സ്, അതായത് രാഷ്ട്രീയ റൈഫിൾസിന്റെ വിക്ടർ ഫോഴ്സിനുമായി അംഗങ്ങളുമായി സംസാരിച്ചിരുന്നു. വിക്ടർ ഫോഴ്സ് ആണ് ഈ ദക്ഷിണ കാശ്മീരിലെ ഭീകര വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക്. എന്തായാലും ഇന്ത്യ സർവസജ്ജമായി ശക്തമായ തിരിച്ചടിയാണ് പാകിസ്ഥാന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഭീകരതയ്ക്ക് മാപ്പില്ല എന്നൊറ്റ വാക്കാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പാകിസ്ഥാന്റെ ഭീകരവാദവുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഇപ്പോൾ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ കാട്ടിക്കൊടുത്തിരിക്കുകയാണ്.